لا يزيد الحب مني أن أزورك نبي منا فضلا منك لقيا وجهكم خير النبي الصلاة. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് സിയാറത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിലെ നിരിക്കുനിയിൽ നിന്ന് 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ പുല്ലാളൂർ തച്ചുർത്തായം എന്ന സ്ഥലത്തെത്താം. അവിടെ മസ്ജിദ് സഹാബക്ക് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം തങ്ങൾ പറപ്പൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ ഖബർ സിയാറത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. മടവൂർ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് മടവൂരിൽ നിന്ന് മുട്ടാഞ്ചേരി പുല്ലാളൂർ വഴി തച്ചുരുത്തായം എളുപ്പത്തിലെത്താൻ കഴിയുകയും ചെയ്യും. جدلي عابدي مفلس من سداد المذهب صلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്ന മഹാനായ സുദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സുദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട മഹാനാണ് പറപ്പൂർ തങ്ങൾ. യമനിൽ നിന്ന് കായൽപട്ടണത്തിലെത്തുകയും അവിടെ നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറ്റുകയും ചെയ്ത സുദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട മഅബരി കുടുംബത്തിലെ പ്രസിദ്ധനാണ് സയ്യിദ് സയ്യിദീം മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു 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 അല്ലാഹു. മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഒരു മഹാൻ 800-ലധികം വർഷം പഴക്കമുള്ള കോട്ടക്കൽ പാലപ്പുറ പള്ളിയിൽ ഖാദിയായി സേവനം ചെയ്തു. ആ പരമ്പരയിൽപ്പെട്ട സയ്യിദ് കുഞ്ഞഹ്മദ് മുസ്ലിയാർ പാലപ്പുറം ആസ്ഥാനമായി 18 പ്രദേശത്തിൻ്റെ ഖാദിയായി പ്രവർത്തിച്ചു. ചിശ്തിയ, ഖാദിരിയ തുടങ്ങിയ ത്വരീഖത്തുകളുടെ ഷെയ്ഖായിരുന്നു മഹാനവറുകൾ പിന്നീട് കുടുംബസമേതം പറപ്പൂരിലേക്ക് താമസം മാറ്റി. മഹാനവറുകളുടെ പിതൃ സഹോദരപുത്രനായ സയ്യിദ് അലി ഹസൻ മുസ്ലിയാരും പ്രസിദ്ധ സൂഫിയും ഷെയ്ഖുമായിരുന്നു. മാദിഹിന്റെ മാനസങ്ങളിൽ വാഴും രാജാവേ, മാനവന്റെ മനമിടങ്ങളിൽ പൂത്ത പൂങ്കാവേ, സങ്കടക്കടലിൻ നടുവിലെ താരക നൂറേ, കെഞ്ചി വീളിക്കുന്ന നേരം വന്നിടും ഖൈറേ. മലബാറിൽ 400-ൽ പരം സ്ഥലങ്ങളിൽ നടത്തിവരുന്ന ഖാദിരിയ, റിഫാഇയ റാത്തിബുകളുടെ നേതൃത്വവും ഖാദിരിയ, റിഫാഇയ, നഖ്ശബന്ദിയ, ബഅലവിയ, ഷാദുലിയ തരീഖത്തുകളുടെ ഷെയ്ഖുമായിരുന്ന സയ്യിദ് അലി ഹസൻ മുസ്ലിയാരുടെ മകനാണ് പുല്ലാളൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം തങ്ങൾ. മടവൂരിൽ സി എം വലിയുള്ളാഹിയുടെ ചാര അന്ത്യവൃക്ഷം കൊള്ളുന്ന സി എം വലിയുള്ളാഹിയുടെ പിതാവ് കൂടിയായ സി എം കുഞ്ഞിമാഹിൻ മുസ്ലിയാരുടെ കീഴിൽ 3 വർഷവും മുക്കടംകാട് പള്ളിയിൽ 2 വർഷവും ഓതിപ്പഠിച്ച ബഹുമാനപ്പെട്ട തങ്ങൾ ഇക്കാലയളവിൽ തന്നെ ആത്മീയ ശിക്ഷണം നേടിക്കഴിഞ്ഞിരുന്നു. جدلي عابدي مفلس من سداد المذهب حب حب بحبوحيا سيدي خير النبي. വെളുത്ത് ഉയരം കുറഞ്ഞ് സുമുഖനായ സയ്യിദ് അവർകൾ വെള്ള തുണിയും പച്ച ഷർട്ടും തൊപ്പിയോട് കൂടിയ തലപ്പാവണിഞ്ഞ വേഷത്തിലാണ് മിക്ക ആളുകളും കണ്ടിട്ടുള്ളത്. തച്ചൂർത്തായത്ത് സ്ഥിതി ചെയ്തിരുന്ന 6 കാലിൽ നിർമ്മിച്ച ചെറിയൊരു സ്രാമ്പിയിലായിരുന്നു പലപ്പോഴും തങ്ങൾ താമസിച്ചിട്ടുള്ളത്. നബിയുൻ 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 നബി
نبي 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 نبي. നാട്ടുകാരുടെ ഏതേത് പ്രശ്നങ്ങൾക്കും അത്താണിയും ആശ്രയവുമായിരുന്നു സയ്യിദ് അവർകൾ. ചെറുതും വലുതുമായ ധാരാളം കറാമത്തുകൾ നാട്ടുകാർ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. സങ്കടക്കടലിൻ നടുവിലെ താരകനൂറേ, കെഞ്ചി വിളിക്കുന്ന നേരമിൽ വന്നിടും ഖൈറേ. തങ്ങൾ നിത്യവും വുളൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രത്തിൽ ദിവസവും കാഷ്ടിച്ചു വെക്കുന്ന ഒരു വ്യക്തി ആ നാട്ടിലുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. തങ്ങളോടുള്ള എന്തോ ചില വെറുപ്പിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തു പോന്നിരുന്നത്. എന്നാൽ വളരെ സഹനത്തോടുകൂടി ക്ഷമയോടുകൂടി തങ്ങളവர்கள் എല്ലാ ദിവസവും ആ പാത്രം തൊട്ടിൽ ഇറങ്ങി കഴുകി വൃത്തിയാക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. ആരോടും ഒരു പരാതിയും ഇതേക്കുറിച്ച് തങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ നിത്യമായി ഇത് ചെയ്തു വന്നപ്പോൾ ഒരു ദിവസം തങ്ങൾ പറഞ്ഞു, ഇനി അവൻ ഇത് ചെയ്യില്ല. ആ നിമിഷം മുതൽ ആ വ്യക്തി മലമൂത്ര വിസർജനം നടത്താനാവാതെ പ്രയാസപ്പെടുകയും അധികം വൈകാതെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു എന്ന് നാട്ടുകാർ ഞെട്ടലോടെ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. റസൂലുൻ 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 റസൂൽ റസൂലുൻ 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 റസൂൽ. ഹിജറ വർഷം 1411 റജബ് 1 മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. വർഷം തോറും നടത്തിവരാറുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിലുള്ള ആണ്ട് നേർച്ച കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വഫാത്തായത്. റബീഉൽ ആഖിർ അവസാന ചൊവ്വാഴ്ച നടത്തിവരുന്ന ആണ്ടിനോടനുബന്ധിച്ച് തങ്ങളുടെ ആണ്ടും ഇപ്പോഴും നടത്തിവരുന്നു. താൻ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്ന തച്ചൂർത്തായം പള്ളിയുടെ ചാരത്തായി മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റിത്തരുമാറാവട്ടെ. ആമീൻ. പുതിയൊരു സിയാറത്ത് കേന്ദ്രത്തിലെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ മഖാമിൽ വെച്ചും ഞങ്ങൾ ദുആ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله.